1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ചു. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ വരെ ഈ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ കയ്യും വീശിന് വന്നതല്ല. അവർക്കൊക്കെ തന്നെ അല്ലാഹു തആല പ്രത്യേകമായ ഗ്രന്ഥങ്ങളും കയ്യിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകനാണ് എന്നതിലേക്ക് തെളിവെന്താന്ന് ചോദിച്ചാൽ ഈ തെളിവെടുത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏട്, ശേഷം ഒരുപാട് പ്രവാചകന്മാർക്ക് 10ഉം 30ഉം 50ഉം ഒക്കെ അള്ളാഹു നൽകിയിരുന്നു. ഈ നൽകിയ ഏടുകൾ തന്നെ വേറെ പലർക്കും നൽകിയിരുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിശ്ചയം. 800 വർഷക്കാലം ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നതിന് ശേഷം ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. ഇന്ത്യയുടെ ഭാഗം തന്നെ സരന്ദീപ്, സിലോൺ പഴയ കാലത്തെ ഇന്ത്യയുടെ ഭാഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള സ്ഥലം ഇന്ത്യയാണ്. 300-ലേറെ ഭാഷ ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള പ്രദേശവും ഇതാണ്. 300-ലേറെ മതങ്ങളും ഇവിടെയുണ്ട്. ഹജ്ജിന് ആളുകളെ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ലോകാടിസ്ഥാനത്തിൽ ആലോചിച്ചാൽ 1000 ആളുള്ള സ്ഥലത്ത് ഒരാളെയാണ് ഒരു കൊല്ലം ഹജ്ജിന് തെരഞ്ഞെടുക്കുക. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ നിന്നാണ് എല്ലാ വർഷവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കുന്നത്. 2ാം സ്ഥാനത്ത് ഈ നിരക്ക് പ്രവാചകന്മാരെ അല്ലാഹു തആല നിശ്ചയിച്ചു. അവർക്കൊക്കെ ചില ബാധ്യതകൾ, അതനുസരിച്ച് ധാരാളം പ്രവാചകന്മാർ വന്നു. അതിൽ കുറെ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വലിയൊരു കിതാബ് കൊടുത്തു. അതാണ് തൗറാത്ത്. ആ തൗറാത്ത് മൂസാ നബിക്ക് മാത്രമല്ല, അത് മൂസാ നബിയുള്ള ഒരുപാട് പ്രവാചകന്മാർ പറയുന്നു. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ, യഹ്യാ നബി ഈ ഗ്രന്ഥം ശക്തമായ നിലയിൽ നിങ്ങൾ കൈപ്പറ്റണം എന്ന് അല്ലാഹു പറഞ്ഞ ആ ഗ്രന്ഥം തൗറാത്താണ്. യഹ്കുമു ബിഹൻ നബിയൂൻ, ആയിരക്കണക്കിനുള്ള ആളുകൾ വിധി നൽകുന്നത് എന്ന് പറഞ്ഞതും തൗറാത്ത് തന്നെയാണ്. പിന്നെ തൗറാത്ത് പല ആളുകൾക്കും കൊടുത്തു. തൗറാത്ത് വായിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചെല്ലാൻ പറഞ്ഞു. തൂരി സൈനാ മലമലേക്ക് അവിടെ ചെന്നപ്പോ നമ്മളെ ചെരുപ്പൊന്ന് മാറ്റി വെച്ചൊളിയെന്നാ പറഞ്ഞു. لدتور موسى نودي خلال وعمد على القرب لن يمر بخلين علي. തൂരി സീനാ മലം എത്തിയപ്പോ ഏറ്റവും പ്രധാനമായൊരു സ്ഥലം, അവിടെ വെച്ചാണ് നിങ്ങൾ ഈ കിതാബ് ഏറ്റുവാങ്ങുന്നത്. അള്ളാഹുവിന്റെ ഈ കിതാബ് ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഇവിടെ വെച്ചാ. അതുകൊണ്ട് പുണ്യമായ സ്ഥലമായതുകൊണ്ട് ചെരുപ്പൊന്ന് മാറ്റിക്കളിയുന്ന. അതേ സമയത്ത് മിഞ്ഞാന്നാണ് മിഅ്റാജ് നമ്മൾ ആഘോഷിച്ചത്. മിഞ്ഞാന്നൊക്കെ ആ മിഅ്റാജിന്റെ അന്ന് റസൂലുള്ളാഹ് ആദ്യം ഇസ്രായിന്റെ കാര്യം പറഞ്ഞുള്ളൂ, മിഅ്റാജിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇസ്രായിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മുശ്രിക്കുകളിൽപ്പെട്ട പല ആളുകളും ഞങ്ങൾക്ക് ഇതിനാവൂലെന്ന് അത്രക്കാലത്ത് പറഞ്ഞൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പ പറഞ്ഞത്, ഞങ്ങൾ മാസക്കണക്കിന് കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലെങ്കിൽ സിറിയയിലേക്ക് പോയി അവിടെ പോകാനും കുറെ ദിവസം, വരാനും കുറെ ദിവസം, ഒരൊറ്റ രാത്രിന്റെ ചുരുങ്ങിയ ഭാഗങ്ങളിൽ അവിടെ പോവുകയും മടങ്ങി വരികയും ചെയ്തത് നുണയാണെന്ന് അവർ പറഞ്ഞു.
പലരോടും അതിനെപ്പറ്റി പ്രചരണം നടത്താൻ തോന്നി. റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുക എന്നാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് നീണ്ട കഥ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായാലും അത് നടന്ന് പിന്നെ അന്ന് രാത്രി തന്നെയാണ് മിഅ്റാജ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള വിഷയം ഖുർആനിൽ പറയുന്നത് സൂറത്തു വന്നജ്മിലാണ്. അത് പെട്ടെന്ന് ആളുകളോട് പറഞ്ഞിട്ടില്ല. മിഅ്റാജിന്റെ സംഭവം നടന്ന അവിടെ വെച്ചാണ് നിസ്കാരത്തിനെ അല്ലാഹു തആല ഫർളാക്കിയത്. ആ വിഷയത്തിന് വേണ്ടി 7 ആകാശങ്ങളിലും വിട്ടുകടന്നു. 7 ആകാശങ്ങളിലും പ്രവാചകന്മാരെ കണ്ടു. അവർ തങ്ങളെ അഭിനന്ദിച്ചു, മർഹബം പറഞ്ഞു. എന്നിട്ട് പിന്നെ അർശ് വരുത്തി. ആ അർശിന്റെ അവിടെ റസൂലുള്ള ചെല്ലുമ്പോ കാലിന് ചെരുപ്പുണ്ടായിരുന്നത് മാറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ലോകപ്രസിദ്ധനായ പണ്ഡിതൻ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിന്റെ നായിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ പദ്യത്തിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. സഅദ്ബിനു മസ്ഊദിൻ ബിഖിദ്മതിനാലിഹി വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. ആ നാലുമായിട്ട് അർശിന്റെ മുകളിൽ കയറിയപ്പോഴും അത് ഊരാൻ പറഞ്ഞില്ല. മൂസാ നബിനോട് തൂരി സീനാ മലന്റെ അവിടെ എത്തിയപ്പോ തൗറാത്ത് വരുന്നുണ്ട് അവിടെ, അതുകൊണ്ട് മാറ്റിക്കളിയെന്നാണ് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് ലൈലത്തുൽ മിഅ്റാജ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാം. അപ്പൊ ഏതായാലും ആ നിലക്ക് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊടുക്കുന്ന കിതാബിനെ സംബന്ധിച്ച് പരാമർശിച്ചു. ആ കൂട്ടത്തിൽ അവസാനത്തെ നബി ശഫീഉനാ റസൂലുള്ളാഹി തങ്ങള് ഇതേമാതിരി ഒന്നുമല്ല തങ്ങൾക്ക് കിതാബ് കിട്ടിയത്. 40 വയസ്സ് പ്രായമായപ്പോ തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടം, ഒറ്റയ്ക്കിരിക്കണം. പക്ഷികളില്ല, പറവകളില്ല, ജനവാസമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് തങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. മക്കയിൽ നിന്ന് നോക്കിയാൽ ഒരു 5 കിലോമീറ്റർ പോയാൽ അവിടെയുള്ളൊരു പർവ്വതം, അതാണ് ജബലുൻ നൂർ. ആ ജബലുൻ നൂർ എന്ന് പറഞ്ഞ തന്നെ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും ആവട്ടെ, അവിടെ എത്തി അവിടെ ഒരു 10-40 ദിവസം അവിടെ താമസിച്ചു. കുറച്ച് കാരക്ക, കുറച്ച് ബിസ്ക്കറ്റിന്റെ പൊടി, കുറച്ച് വെള്ളം, ഇതൊക്കെ പാടിയിട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം മടങ്ങിപ്പോയി ഖദീജയുടെ അടുക്കൽ വരും. പിന്നെ രണ്ടാമതും ഇത്ര ദിവസത്തേക്കുള്ള സാധനം ഒരുക്കി. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് തങ്ങൾക്ക് വഹി വന്നത്. ആ വഹി വന്നിട്ട് ഓതണം. എന്താ ഓതാ? സ്കൂളിൽ പോയിട്ടില്ല, മദ്രസ അറിയില്ല. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ പാകപ്പെടുത്തി, ഞെക്കി, നെരുക്കി, ഞൗണ്ടി, പീഞ്ഞു. അതിനിടയിൽ തങ്ങൾ അതിന് സന്നദ്ധമായി. അപ്പോഴാണ് ഇത് ഏറ്റെടുത്തുകൊണ്ടാവണം. ഖദീജാവിന്റെ അടുക്കൽ എത്തിയപ്പോ ഖദീജ പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. വറക്കണോ, പനിക്കണോ, പതപ്പൊട്ടുകൂടി. അങ്ങനെ അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചു. അതാണ് വിഷയത്തിന്റെ ചുരുക്കം. അങ്ങനെ 13 വർഷക്കാലം മക്കത്ത് താമസിച്ചു. അതിനിടയിൽ ആയത്തുകൾ ഇറങ്ങി. അവിടെ ഇറങ്ങിയ ആയത്തുകളൊക്കെ എവിടെ വെക്കണം, ആയത്ത കഥാഫി മക്കാനി കഥാഫി സൂറത്തി കഥ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു. ഏതായാലും അവിടെ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ 10 വർഷക്കാലം താമസിച്ചു. അതിനിടയിൽ ഒരുപാട് സഹാബിമാർ തങ്ങളെ കൂടെ. അവസാനത്തെ തങ്ങളുടെ പ്രസംഗം ഹജ്ജത്തുൽ വിദായിൽ നടക്കുമ്പോ അവിടെ എത്തിച്ചേർന്നവരിൽ 1.25 ലക്ഷം മനുഷ്യരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. റസൂലുള്ളാഹി അടക്കമുള്ള പ്രവാചകന്മാർക്ക് കൊടുത്ത 1.25 ലക്ഷം പ്രവാചകർ എന്ന് പറഞ്ഞ അതേ നമ്പർ തന്നെ ഹജ്ജത്തുൽ വിദായിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി അവരോട്
8 മിനിറ്റാണ് സംസാരിച്ചത്, ഏറിയ 10 മിനിറ്റ് നേരം. അതിൽ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് ഇതൊക്കെ പവിത്രമാണ് എന്ന് പറഞ്ഞു. അവസാനം തങ്ങൾ പറഞ്ഞത് വലിയ വലിയ ഷാഹിദുകളായി ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഏറ്റവും അവസാനം പറഞ്ഞത് വലുവായ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണം എന്നാണ്. അത് തയ്യാറാണ് എന്നുള്ള നിലയിൽ സഹാബിമാര് മുഴുവനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി. ഇപ്പൊ മദീനത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മദീനത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ 10,000 പേര് മാത്രം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? 1,15,000 ആളെവിടെ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കാസർഗോഡുണ്ട്, മംഗലാപുരത്തുണ്ട്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ നമ്മുടെ ഈ കേരളത്തിന്റെ തെക്കൻ മേഖല കൊടുങ്ങല്ലൂരിലുണ്ട്. അവിടങ്ങളിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ വന്നവരാണ്. ആ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ. ഇസ്ലാമിന്റെ മെസ്സേജ് ലോകത്ത് മുഴുവൻ എത്തിക്കാൻ തയ്യാർ. അങ്ങനെ വന്നു. ഇപ്പൊ നമ്മളെ കുട്ടികള് അറബിന്നൊന്നും ആരും വരണ്ട, ഞാൻ നീട്ടി പറഞ്ഞില്ല, അറബിന്നൊന്നും ആരും വരണ്ട, യമനൊന്നും വരണ്ട, വേറെ ഒന്നും വരണ്ട, ഇവിടെ തന്നെ പഠിച്ചുണ്ടാക്കിയ നമ്മളെ മക്കൾ, ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന ആളുകൾ, അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിച്ചേരാം. ശംസുൽ ഉലമയുടെ മക്കൾ, അദ്ദേഹത്തിന്റെ പേരമക്കളുടെ മക്കൾ, അവര് ഇന്ന് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ദീനീ രംഗം സജീവമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവർ. മഅ്ബരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന് ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് പാസ്സായ ഫൈലിമാരായിട്ടുള്ള ആളുകൾക്ക് മൗലവി ഫാദിൽ മഅ്ബരി എന്ന പേരാണ് നാം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ജാമിയിൽ സനദ് ദാനം നടത്തുന്ന സന്ദർഭത്തിൽ ആദ്യമായി ഓതിയ ആയത്താണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കേൾപ്പിച്ചത്. 2 വിഭാഗം ആളുകൾ, അൻസാറുകൾ, മുഹാജിറുകൾ, ആ 2 വിഭാഗം ആളുകളും കൂടിയാണ് ദീനിനെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത്. ബദരീങ്ങളിൽ അധികവും മുഹാജിറുകളും അൻസാറുകളുമാണ്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാനായി ഷഫീഉന റസൂലുള്ള പറഞ്ഞത് ഹജ്ജത്തുൽ വിദായിലാണ്. ആ ഹജ്ജത്തുൽ വിദായിലെ തങ്ങളുടെ സംസാരത്തിൽ ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. 1.25 ലക്ഷം വരുന്ന സഹാബിമാർ, ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു. സഹാബിമാർ പല രാജ്യത്തായി, വടക്കൻ മേഖലകൾ, പടിഞ്ഞാറൻ മേഖലകൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ അവരുടെ പ്രവർത്തനം ഉണ്ടായി. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ ഒരു ആഘോഷത്തിലാണ്. എന്താണ് ആഘോഷം? 10,000 മദ്രസ തേഞ്ഞു എന്നതിൻ്റെ സന്തോഷം. ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ വലിയ പരിപാടി കോഴിക്കോട് വെച്ച് അടുത്ത 27-ാം തീയതി നടക്കുകയാണ്. അല്ലാഹു തആല ഭംഗിയായ നിലയിൽ അത് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പോകാൻ അവസരമുണ്ടായി. അവിടങ്ങളിലൊക്കെ ഈ 10,000-ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിൽ. അങ്ങനെ ഞാൻ ഈയിടെ 2 ആഴ്ച മുമ്പ് ഈജിപ്തിൽ ചെന്നപ്പോൾ അവരോടും പറഞ്ഞു ഈ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത്, ഈജിപ്തിനോട് കടപിടിക്കാനുള്ളൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ജാമിയ നൂരിയയാണ്. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് എന്ന് പറഞ്ഞു. ഇനി ബാക്കിയും കുറേ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഇവിടെ പറയണില്ല. അപ്പോൾ ആ നിലക്ക് ലോകാടിസ്ഥാനത്തിൽ നോക്കിയാലും ഇന്ത്യാടിസ്ഥാനത്തിൽ നോക്കിയാലും എല്ലാ വിഷയത്തിലും ജാമിയ നൂരിയ അതിൻ്റെ സഹസ്ഥാപനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്. ശിഹാബ് തങ്ങളുള്ള സമയത്ത്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുള്ള തങ്ങളുള്ള സമയത്താണ് ഇതിൻ്റെ തുടക്കം. ഇന്ന് 67 സ്ഥാപനങ്ങളായി ഇതാ 70-ലേക്ക് അടുക്കാൻ നിൽക്കുകയാണ്.
ഇപ്പോൾ 700 വിദ്യാർത്ഥികളാണ്, ആലിമീങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഒരു 100-200 കയറുണ്ടാവും. 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ 1000 തികയുന്ന ഒരവസ്ഥയിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്കൊരു സ്ഥാപനം ഉണ്ടായതിനെപ്പറ്റി ഇസാഖാജി ഇവിടെ സൂചിപ്പിച്ചു. കർണാടകത്തിൽ ഒരു സ്ഥാപനം ജാമ്യയുടെ അതേ പദവിയിൽ അതേ റാങ്കിൽ ഒരു സ്ഥാപനം നമുക്കിവിടെ ഉണ്ടാണെന്ന്. അത് നമുക്ക് ഇവിടുത്തെ നേതൃത്വത്തിനും ഇവിടെ വെച്ചുള്ള പ്രവർത്തനത്തിനും സൗകര്യമാകും. അല്ലാഹു തആല അത് ഖൈറായ നിലയിൽ നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ. അതാർക്കാണ്. ഒരുപാട് ആളുകളുടെ സംസാരിക്കേണ്ട ജാമ്യയിലെ 4 പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. പിന്നെ തങ്ങളവറുകളും സംസാരിക്കാനുണ്ട്. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസവുമുണ്ട്. അത്യാവശ്യമായതൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഇനി നീട്ടിപ്പറയുന്നില്ല. ഈ സന്ദേശം ലോകത്തിൻ്റെ ഏത് ഭാഗത്തെത്തിക്കാനും തയ്യാറുള്ളവരാണ് ഇപ്പം ഇറങ്ങിയ ഈ 9 മക്കൾ. ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ 10-15 ആളുണ്ടാവും. പിന്നെ അത് 25 ജാമ്യയിലാകെ ആദ്യം 20ഓളം വരുന്ന ആളുകൾക്ക് ആ സനത് കൊടുത്തത്. ഇപ്പോൾ ഒരു ബാച്ചിന് തന്നെ കൂടുതൽ ആളുകൾ ആയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് വലിയ ഒരു പ്രസ്ഥാനമായി നമ്മുടെ രാജ്യത്ത് ഭൗതിക സംസ്ഥയിലേക്ക് ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട മെമ്പറാണ് ഉസ്താദ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഈ മേഖലയിൽ പ്രസംഗിക്കാനും അതുപോലെ ദീനീ രംഗത്ത് പ്രവർത്തിക്കാനും സജീവമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ധാരാളം ആളുകൾ, ഈ മക്കളൊക്കെ അങ്ങോട്ട് വരണം. അവരുടെ അനുയായികളായി അവരുടെ പിൻഗാമികളായി വരുന്നവരും ഇതുപോലെ വലുതായി വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.